നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പലർക്കുമുള്ളൊരു ഡൗട്ടാണ്, ഏത് നടനാണ് നല്ല പവർഫുൾ ആയ ബാസ് സൗണ്ട് ഉള്ളത്. ആദ്യം നമുക്ക് ലൈറ്റ് സൗണ്ടിൽ നിന്ന് തുടങ്ങും. ലിസ്റ്റിലാക്കിയത് അല്ലു അർജുനാണ്. നമ്മൾ കേട്ടിട്ടുള്ള അല്ലു അർജുന്റെ ഈ ഒരു ശബ്ദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡയറക്ടർ ആയിട്ടുള്ള ജിസ് ജോയുടെ. അവനുള്ള ഭ്രാന്തിനേക്കാൾ 10 മടങ്ങ് കൂടുതലുണ്ട് സാർ എനിക്ക്. അല്ലു അർജുന്റെ ഒറിജിനൽ ശബ്ദം അധികമാരും കേട്ടിട്ടില്ല. അപ്പോൾ ഈ ലിസ്റ്റിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയ ബാസ് വോയിസ് ഉള്ള നടൻ ഉറപ്പായി നടക്കം ചെയ്തു. അപ്പോൾ ഇതാണ് അല്ലു അർജുന്റെ ശബ്ദം. പുഷ്പരാജ് presenting you the most interesting and entertaining character. അടുത്തത് ടോവിനോയാണ്. ഒരു മാസ് വില്ലൻ ക്യാരക്ടർ ആയിട്ടാണ് ടോവിനോ കടന്നു വന്നത്. പിന്നീട് ഗപ്പി സിനിമയിലെ ക്യാരക്ടർ ടോവിനോയ്ക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കി. എന്നിന്റെ മൊയ്തീൻ സിനിമയിൽ ഈ ഒരു ക്യാരക്ടർ കൂടുതലായി ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് നോർമൽ റോളുകളും കൽക്കി, മാരി തുടങ്ങിയ സിനിമയിലെല്ലാം വില്ലൻ റോളുകളും മാസ് റോളുകളും ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യം നോർമലായ ശബ്ദം നോക്കാം. ഇപ്പൊ നീ നന്നായിട്ട് ചെയ്താൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നീ വെറുതെ പൊലിഞ്ഞു പോയുള്ളൂ. ഇനി നമുക്ക് മാസ് ഡയലോഗ് പറയുമ്പോൾ ആ ഒരു വേരിയേഷൻ നോക്കാം. ഈ നഞ്ചങ്കോട്ടയിൽ ആരുടെയും കണ്ണീരൊപ്പാൻ വന്നതല്ല ഞാൻ. എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. അടുത്തത് ഉണ്ണി മുകുന്ദൻ. ഉണ്ണി മുകുന്ദൻ പഞ്ചാബി ഹൗസ് എന്ന സിനിമയിൽ ഒരു മാസ് ക്യാരക്ടറായിട്ടാണ് ആദ്യമായി കടന്നു വരുന്നത്. ഈ ഒരു റോള് യഥാർത്ഥത്തിൽ പൃഥ്വിരാജ് ചെയ്യേണ്ടതായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് അന്നത് നടന്നില്ല. പിന്നീടാണ് ഉണ്ണി മുകുന്ദനിലേക്ക് വരുന്നത്. മല്ലു സിംഗിലെ ശബ്ദം ഒരു ബാസി വോയിസ് ആണ്. അത് ഡബ് ചെയ്തത് ഉണ്ണി മുകുന്ദന് വേണ്ടി മറ്റൊരു നടനായ മിഥുനായിരുന്നു. കഴിഞ്ഞ 7 വർഷങ്ങൾ മനസ്സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നീട് ഒട്ടുമിക്ക സിനിമയിൽ ഉണ്ണി മുകുന്ദൻ തന്നെയാണ് സ്വന്തമായി ഡബ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം നോർമൽ വോയിസ് നോക്കാം. ഞാൻ ഡ്രസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നമുക്ക് നാളെ അഡ്മിറ്റ് ആയാലോ. ഇനി നമുക്ക് മാസ് ഡയലോഗ് നോക്കാം. ഞാൻ വന്നപ്പോ മുതലുള്ള ചെന്നായികൾ എന്നെ കൂട്ടം കൂടി ഇടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി. അടുത്തത് ജൂനിയർ NTR ആണ്. നമ്മൾ കേട്ടിട്ടുള്ള ജൂനിയർ NTRന്റെ ശബ്ദം ഡബ് ചെയ്തതാണ്. നമുക്കറിയാം ഋതിക് റോഷന്റെയും ജൂനിയർ NTRന്റെയും വാർ 2 വരുന്നു. ഈ ഒരു സിനിമ ലോകേഷ് കനകരാജിന്റെ കൂലി സിനിമയുമായി ക്ലാഷ് റിലീസാണ്. ആരുടെ പടമാണ് നിങ്ങൾ ആദ്യം കാണുക എന്നുള്ളത് ഉറപ്പായും കമന്റ് ചെയ്തു. ആദ്യം നമുക്ക് NTRന്റെ നോർമൽ ശബ്ദം നോക്കാം. First of all, I would just like to tell you something. ഇനി നമുക്ക് മാസ് ഡയലോഗ് നോക്കാം. അല്പം ലൈറ്റ് ആയ ഡബിങ്ങിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശബ്ദമാണ് ജൂനിയർ NTRന്റെ. അടുത്തത് ആന്റണി വർഗീസ് പെപ്പയാണ്. ആദ്യം നമുക്ക് നോർമൽ ശബ്ദം നോക്കാം. ഇനി നമുക്ക് സീരിയസ് ശബ്ദം നോക്കാം. അടുത്തത് ജയസൂര്യാണ്. ഒരു മൈൽഡ് ബാസിയായ ശബ്ദമാണ് ജയസൂര്യക്കുള്ളത്. ആദ്യം നമുക്ക് നോർമൽ നോക്കാം. തിരിച്ചു വരുമ്പോ വണ്ടി തരണട്ടാ. ഇനി നമുക്ക് മാസ് ഡയലോഗ് നോക്കാം. ഇതെന്റെ പിള്ളേരാ സാറേ, ഇത് കുറച്ച് ചാണകവളമില്ലയോ? അപ്പോൾ നമ്മുടെ ലൈറ്റ് സെഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നോർമലായി ബാസുള്ള ശബ്ദം നോക്കാം. ഇത് സെക്കൻഡ് സെഷനാണ്. തേർഡ് സെഷൻ നല്ല ബാസ് ആയിരിക്കും. സെഷൻ കൂടുന്തോറും ബാസിന്റെ അളവും കൂടും. ആദ്യത്തേത് വിജയണ്ണനാണ്. ഒരു മൈൽഡായി ബാസുള്ള ശബ്ദമാണ് വിജയണ്ണനുള്ളത്. ഓരോ സിനിമയിലും വിജയണ്ണന്റെ ഡയലോഗ് ഡെലിവറി വളരെ വ്യത്യസ്തമാണ്. ആദ്യം നമുക്ക് നോർമലായ ഡയലോഗ് നോക്കാം. நான் ஸ்டார்ட்னு சொன்ன உடனே எல்லாரும் ரேஸ்ல ஓட ஆரம்பிச்சிட்டீங்க. ഇനി നമുക്ക് മാസ് ഡയലോഗ് നോക്കാം. எனக்கு இருக்கிற கோபத்துக்கு ஒரு அப்பன்னு வச்சுக்கேன். അടുത്തത് സൂര്യണ്ണനാണ്. തമിഴ്നാട്ടിൽ ബോഡി ബിൽഡിംഗ് ട്രെൻഡാക്കിയത് സൂര്യണ്ണനാണ്. ഒരു മൈൽഡായി ബാസ് ഉള്ള ശബ്ദമാണ് സൂര്യണ്ണനുമുള്ളത്. எந்த ஒரு மிகப்பெரிய விஷயமா இருந்தாலும் அதோட ஆணிவேர்ல இருந்து ஆரம்பிக்கிறது தான் அழகு. சிங்கம் வேட்டையாடும் போது காடே செழிப்பா இருக்குமா. അടുത്തത് വിക്രമാണ്. ഒരു മൈൽഡായി ബാസി വോയിസ് ആണ് വിക്രമിനുമുള്ളത്. ஒன்னாக கூடாது, இல்லை இதெல்லாம் முடிஞ்சதுக்கு அப்புறம் நம்ம சந்திக்கும் போது ஒத்தாள் விட்டு போனக்கு ஏமாங்கிட்டு சாதாரணமான ஆளில சமயம் வேற. അടുത്തത് അജിത്താണ്. അജിത്തിന്റെ കാര്യം നോക്കിയാൽ നോർമലി അജിത്തിന് അല്പം ബാസ് വോയിസ്. വർഷങ്ങൾക്ക് ശേഷം നിലവിൽ പുറത്തിറങ്ങിയ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയിലൂടെയാണ് അജിത്ത് ചെറിയ രീതിയിൽ ഒരു കംബാക്ക് നടത്തി. ഇതൊരു ഫാൻ ബോയ് സിനിമയായിരുന്നു. വലിയൊരു വിജയം എന്ന് പറയാൻ കഴിയും. എങ്കിലും ഫ്ലോപ്പുകൾക്ക് ശേഷം അല്പമെങ്കിലും ലാഭം നേടിയ സിനിമ ഈ ഒരു സിനിമയാണ്. ആദ്യം നമുക്ക് നോർമൽ ശബ്ദം നോക്കാം. എല്ലാരും സന്തോഷമാ തൃപ്തിയാ സാപ്പിட പോறீங்க. ഇനി നമുക്ക് മാസ് ഡയലോഗ് നോക്കാം. ஜெயிக்கிறதுக்கு முன்னாடியே கொண்டாடுறதும் ஜெயிச்சதுக்கு அப்புறம் ஆடுறதும் நம்ம அகராதியில இல்ல. അടുത്തത് ഇന്ദ്രജിത്ത് സുകുമാരനാണ്. നമുക്കറിയാം ഇന്ദ്രജിത്ത് സുകുമാരൻ മികച്ചൊരു നടനാണ്. കോമഡി ആയാലും വില്ലൻ ആയാലും മാസ് ആണെങ്കിലും വളരെ നീറ്റായി ആ റോൾ കൈകാര്യം. ആദ്യം നമുക്ക് നോർമൽ വോയിസ് നോക്കാം. ചാർലിക്ക് കാർ ഓടിക്കാൻ അറിയോ? ഇല്ലേ, വേറൊന്നുമല്ല, ഇവിടെ ചെറിയനാട് ഒരു കാർ. ഇനി നമുക്ക് സീരിയസ് നോക്കാം.
താനും തന്റെ മോനും കൂടി ആദ്യം എന്റെ കുടുംബം മുടിച്ചു. അടുത്തത് ദിലീപാണ്. നമുക്കറിയാം ദിലീപ് കൂടുതലായി ചെയ്തിട്ടുള്ളത് കോമഡി റോളുകളാണ്. ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ദിലീപിന്റെ ഒരു മാസ് ക്യാരക്ടറാണ് വാളയാർ പരമശിവൻ. ഈ ഒരു ക്യാരക്ടർ യഥാർത്ഥത്തിൽ ദിലീപിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, മമ്മൂക്കയ്ക്ക് വേണ്ടിയായിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. അങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ ദിലീപിലേക്ക് എത്തിയത്. ദിലീപിന് വേണ്ടി പല മാറ്റങ്ങൾ വരുത്തി കോമഡി എല്ലാം ചേർത്താണ് ഈ ഒരു ക്യാരക്ടറെ ഉണ്ടാക്കി. ആദ്യം നമുക്ക് ദിലീപിന്റെ നോർമൽ സൗണ്ട് നോക്കാം. എന്തത്? അച്ചാറ് കമ്പനിയാ. 5-6 കമ്പനിയാ, എന്നിട്ട് ഒരെണ്ണല്ലോ. നീ വേണം ഈ സമയം കുറിച്ചിട്ടോ. നാളെ രാത്രി കൃത്യം 9-നും 10-നും ഇടയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു പോകും. അടുത്തത് പൃഥ്വിരാജ്. നമുക്കറിയാം 21-ാം വയസ്സ് പൃഥ്വിരാജ് ചക്രം എന്ന സിനിമയിൽ നോർമലി പൃഥ്വിരാജ് ഒരു ബാസി വോയിസ്. ആദ്യം നമുക്ക് നോർമൽ ഡയലോഗ് നോക്കാം. എന്താണ് ഫോണില്, ഫേസ്ബുക്കിലാണ്? ഇനി നമുക്ക് സീരിയസ് നോക്കാം. ഒരു തന്തയുടെ 2 പിള്ളകളെ തീർത്താലല്ലടാ കുഴപ്പമുള്ളൂ. ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന്? അടുത്തത് ദുൽഖറാണ്. ഒരു ബാസായ ശബ്ദമാണ് ദുൽഖറിനുമുള്ളത്. വെള്ളമടിക്കുന്ന രാത്രികളിൽ സാറാ മേരി കുര്യനെ മനസ്സിലോർത്ത് ഒറ്റ വലിയ. ഇനി നമുക്ക് നല്ല വാക്കുള്ള നടന്മാരെ നോക്കാം. ആദ്യത്തേത് ലാലാണ്. നിങ്ങൾ ഇൻസ്റ്റാ റീൽസ് ലാലിന്റെ ശബ്ദം കേൾക്കുന്നത് ഇങ്ങനെയായിരിക്കും. നമുക്കറിയാം ഇത് ഫണ്ണായി ആരോ ഡബ് ചെയ്ത ശബ്ദമാണ്. യഥാർത്ഥത്തിൽ പവർഫുൾ ആയ ഡീപ്പ് വോയിസ് ആണ് ലാലിന്റെ. അവളെ പോലെ എന്തെങ്കിലും കുറവുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ അവർ പരസ്പരം ഭാരാവില്ല. അടുത്തത് പ്രഭാസ് ആണ്. പ്രഭാസിന്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടുള്ളത് ഡബ് ചെയ്ത ശബ്ദമാണ്. ഡബ് ചെയ്ത ശബ്ദം അത്യാവശ്യം ഡീപ്പാണെങ്കിൽ ഒറിജിനൽ പ്രഭാസിന്റെ ശബ്ദം ഇതിനേക്കാൾ ഡീപ്പാണ്. ആദ്യം നമുക്ക് നോർമൽ ശബ്ദം നോക്കാം. എല്ലാവർക്കും എന്ത് ഓനാ സംസാരിക്കും. ഇനി നമുക്ക് സീരിയസ് നോക്കാം. సింహాసనం కోసం ఇచ్చిన మాట వదులుకుంటే అది నీ పెంపకానికి అవమానం అమ్మా. അടുത്തത് രഘുവരന്. പണ്ട് മുതലേ രഘുവരൻ സ്റ്റൈലിട്ടായ വില്ലൻ റോളുകളാണ് ചെയ്തിട്ടുള്ളത്. നീ இந்த தொழிலுக்கு புதுசு குழந்தை 7 நாள்ல என்ன முடிக்கிறியா? അടുത്തത് NF വർഗീസ്. എന്ത് കണ്ടിട്ടാടി ഈ അഹങ്കാരം? ഉണ്ടാക്കിയ തന്തയ്ക്കോ വേണ്ട, ഒരു തെളിവിന് പോലും ബാക്കിയില്ലാതെ തള്ളേം പോയി. അടുത്തത് ഷമ്മി തിലകനാണ്. So as I said, സക്കീർ ഭായി, വേണമെങ്കിൽ എന്നെ ഒരൊറ്റ വെടിക്ക് കൊല്ലാം, or you can give me your hand. ഇനി ശോഭി തിലകന്റെ കാര്യം നോക്കിയാൽ ബാഹുബലിയിലെ വില്ലനടക്കം പല വില്ലന്മാർക്കും മലയാളത്തിൽ ഡബ് ചെയ്യുന്നത് ശോഭി തിലകനാണ്. ടോണി കോംപ്രമൈസിന് വിളിക്കും. കാശ് മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. വരാണ്ടിരുന്നാൽ അവൻ അത്രയും കാലം കൂടി ജീവിക്കാം. അടുത്തത് തിലകൻ തന്നെ, നമുക്ക് പറയേണ്ട ആവശ്യം. ഇന്ന് നിന്റെ കൈ 500 ചക്കന്റെ നേരെ പൊങ്ങിന്ന് കേട്ടു. എന്താ ഇന്ന് ചൂടന്റെ ഭാവം? എന്ത് ധിക്കാറാവാന്നയോ? അടുത്തത് സുരേഷ് ഗോപിയാണ്. മലയാളത്തിലെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള 5 ഡയലോഗുകൾ സുരേഷ് ഗോപിയുടെ പേരിലുണ്ട്. Who the bloody hell are you to act smart with my daughter? She is my daughter. I am Bharat Chandran. Just remember that. തന്റെ ഈ സ്യൂഡോ സോഷ്യലിസ്റ്റിക്, സ്യൂഡോ പ്രോളറ്റേറിയൻ, സ്യൂഡോ ഫിലന്ത്രോപിക് ബാംബൂസിൽ your defeat it is certain. അടുത്തത് നമ്മുടെ ലാലേട്ടന്. നമുക്ക് പറയേണ്ട ആവശ്യമില്ല. മലയാളത്തിലെ തന്നെ വളരെ ഫാൻ ബേസ് ഉള്ള ഒരു ബാസ് വോയിസ് ആണ്. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയൊന്നാവില്ല, ഒന്നാളെ ഞാൻ. അടുത്തത് ജയനാണ്. മലയാളത്തിലെ പുരവർഗയും ബാസ് വോയിസ്. ഒറ്റയ്ക്ക് 4 പേരെ കൊന്ന കഴുകമ്മത്തായി വന്നിരിക്കുന്നു. അവൻ ഇവിടുത്തെ സ്ഥിരം പുള്ളിയാ. അതിന് എടാ, അവനെ ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മളെ അവൻ ഉപദ്രവിക്കും. ചുമ്മാ പോണം ചേട്ടാ, അവനെ ബഹുമാനിക്കാൻ തന്തെടുത്ത് പറയാൻ പറ. എടാ, ഇത് തട്ടിയെടുക്കാൻ കഴിയുമെങ്കിൽ പിന്നെ വിൽക്കാനാ പ്രയാസം. ഒരു തുള്ളി വിയർപ്പ് പോലും നഷ്ടപ്പെടാതെ ഈ ലോകം മുഴുവൻ സ്വന്തമാക്കണം എന്നുള്ളതാണ് എന്റെ തത്വം. അടുത്തത് രജനീകാന്ത്. തമിഴ്നാട്ടിലെ ഐക്കോണിക്കായ ഒരു മാസ് വോയിസ്. கெட்டுப்போனவ வாழலாம், ஆனா நல்லா வாழ்ந்தவன் கெட்டு போக கூடாது. கொஞ்சம் அங்கே பாரு கண்ணா, உன் கூட வாழ்றதை விட தேவா கூட சாகிறது மேல். யாருக்கு நல்ல தகப்பன் தாய், நல்ல மனைவி, நல்ல குழந்தைகள், நல்ல நண்பர்கள் இருக்காங்களோ அவன் தான் உண்மையான பணக்காரன். நான் ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. അടുത്തത് നമ്മുടെ മമ്മൂക്കയാണ്. മലയാളത്തിലെ തന്നെ വളരെ ഫാൻ ബേസ് ഉള്ള ഐക്കോണിക്കായ ഡീപ്പ് വോയിസ്. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. 10 വർഷമായും കൂടെ എന്തെടുക്കാം. അവ ഹോസ്പിറ്റലിൽ തിരുമ്പി വരില്ലേ, ഇന്ന സൂര്യായിരിക്കും വേണ്ട. IAS അക്കാദമി വർഷാവർഷം മറവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. ഗംഗയിൽ നിമഞ്ജനം ചെയ്യേണ്ടിരുന്ന ചിതാഭസ്മത്തിന്റെ പരിശുദ്ധി നിനക്കറിയില്ല. ആരുടെ മുന്നിൽ അടഞ്ഞിട്ടില്ലാത്ത ഈ വീടിന്റെ വാതിൽ അന്ന് എന്റെ മുന്നിൽ അതല്ല. ഇവിടുന്ന് പോയാൽ ഞാൻ തിരിച്ചു വരും.
കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട്. ഞാൻ എല്ലാം മറന്നു എന്ന് നീ കരുതി അല്ലടാ തെണ്ടി കഴിവറണ മോനെ. I'll be your lecturer in political economy. അടുത്തത് അമരേഷ് പുരിയാണ്. അമരേഷ് പുരി ഇന്ത്യയിലെ തന്നെ ടോപ്പ് വില്ലന്മാരിൽ ഒരാളാണ്. ആ രൂപവും ശബ്ദവും അമരേഷ് പുരി ഒരു പവർഫുൾ വില്ലനായി. पहले इन लोगों को हराम की खाने की आदत पड़ने दो. अरे अच्छा बुरा तो तू अपने बारे में सोच. क्या बुढ़िया की वजह से हमारा काम रुक गया? അടുത്തത് അർജുൻ ദാസ് ആണ്. ബാസ് ശബ്ദമുള്ള നടന്മാരി സൗത്ത് ഇന്ത്യയിലെ തന്നെ നിലവിൽ ടോപ്പാണ് അർജുൻ ദാസ്. Are you training for voice or taking medicine? അടുത്തത് അമിതാഭ് ബച്ചനാണ്. അമിതാഭ് ബച്ചൻ അറിയപ്പെട്ടിരുന്നത് തന്നെ ആംഗ്രി യങ് മാൻ എന്ന പേരിലായിരുന്നു. അമിതാഭ് ബച്ചന്റെ ശബ്ദവും ഹൈറ്റും ഓരോ ക്യാരക്ടേഴ്സിനെ പവർഫുൾ ആക്കി മാറ്റി. ഇന്ത്യയിലെ തന്നെ ഒരു ലെജൻഡറി ആയിട്ടുള്ള വോയിസ്. इस इमारत की नींव इतनी मजबूत है ബാസ് ശബ്ദമുള്ള നടന്മാര് ഇന്ത്യയിലെ തന്നെ ടോപ്പ് നടന്മാരിൽ ഒരാളാണ് അമിതാഭ് ബച്ചൻ. कि कोई राज आर्यन हाथों में वायलेंट. विजय दीनानाथ जॉन पूरा नाम. ये दुनिया बहुत बिगड़ी हुई है गायतोंडे साहब. परंपरा प्रतिष्ठा. हम भी वो हैं जो कभी किसी के पीछे नहीं खड़े होते. जहाँ खड़े हो जाते हैं लाइन वहीं से शुरू होती है. मेरे डर की ताकत का एहसास तो आप ही ने मुझे दिलाया था मिस्टर आर्यन. ഇന്ന് അമിതാഭ് ബച്ചൻ 82 വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ നോർമലി വോക്കൽ കോഡ് വീക്കാവും, ബാസ് കുറയാൻ ചാൻസ്. പക്ഷെ അമിതാഭ് ബച്ചന്റെ കാര്യം നോക്കിയാൽ ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ കൽക്കി സിനിമയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി കഴിഞ്ഞ മാസം അമിതാഭ് ബച്ചൻ ഡബ് ചെയ്ത ഇന്ത്യൻ ഗെയിമിൽ ആ ഒരു ബാസ് നമുക്ക് കാണാം. Nagashwin, for giving me a part in your film, I can now proudly say, मुझे मारने आए हो तो मार दो कृष्ण. क्या कभी प्रायश्चित होगा मेरा? ഇനി ഇന്ത്യക്ക് പുറത്ത് ബോളിവുഡ് നോക്കാം. ആദ്യത്തേത് അർണോൾഡ് ആണ്. അർണോൾഡിന്റെ ബോഡിക്ക് അനുസരിച്ചുള്ള സൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ഐക്കോണിക് വോയിസ്. You are mine now. You belong to me. You're not gonna have your mummies run behind you anymore and wipe your little tushes. I'm a friend of Sarah Connor. I was told that she's here. Could I see her, please? അടുത്തത് സാമുവൽ ജാക്സൺ ആണ്, നമ്മുടെ നിക് ഫ്യൂരി. This passage I got memorized. Ezekiel 25:17. അടുത്തത് സിൽവസ്റ്റർ സ്റ്റലോൺ ആണ്. അർണോൾഡിന്റെ പോലെ തന്നെ ഹോളിവുഡിലെ വലിയൊരു സ്റ്റാർ ആണ് സിൽവസ്റ്റർ സ്റ്റലോൺ. You didn't write the first Rambo? Yeah, what I did is it was based on a book, though. You did write it. Okay. Right. This film, when we It's over. Nothing is over. Nothing. You just don't turn it off. അടുത്തത് മോർഗൻ ഫ്രീമാൻ ആണ്. ഹോളിവുഡിലെ തന്നെ ഐക്കോണിക് ആയ ഡീപ്പ് ശബ്ദം. Let me tell you about a voice. Not this voice, but the one inside. The one that whispers. It tells me what's right and what's not.